योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. ജാഗ്രത് സ്വപ്ന സുഷുപ്തി, ഈ മൂന്നവസ്ഥകൾ ഉണ്മയല്ലെന്നും ഈ മൂന്നവസ്ഥകൾക്കും സാക്ഷിയായി അറിവ് മാത്രമായി ഇരിക്കുന്ന സത്തം, അത് സ്വതസിദ്ധമാണ്. എന്നുവെച്ചാൽ എപ്പോഴും അത് ഉണ്ട്, എങ്കിലും അറിയുന്നില്ല. അറിവ് മുഴുവൻ ഈ അവസ്ഥകളിലാണ്, ജാഗ്രതത്തിലോ സ്വപ്നത്തിലോ സുഷുപ്തിയിലോ. ഇതിനെ അറിയുന്ന അവബോധം അതിനെയാണ് ശിവം എന്ന് പറഞ്ഞ് ആ ശിവം, അതാണ് എന്റെ സ്വരൂപം. ബാക്കിയൊക്കെ തന്നെ അവിദ്യാത്മകത്വാത്, അവിദ്യയെ കൊണ്ട്, എന്നുവെച്ചാൽ അറിവില്ലായ്മ കൊണ്ട് ഈ അവസ്ഥകൾ, സ്റ്റേറ്റ്സ്, ഇതൊക്കെ ആത്മാവിൽ നിന്നും ഭിന്നമായിട്ട് തോന്നുകയാണ്. എല്ലാ അവസ്ഥകളും ബോധമാവുന്ന അധിഷ്ഠാനത്തിലാണ്. ബോധത്തിന്റെ തന്നെ അനുഭവമാണ്, ചിത്തിന്റെ തന്നെ അനുഭവമാണ്. ചിത്ത് തന്നെയാണ് ജാഗ്രത, ചിത്ത് തന്നെയാണ് സ്വപ്നം, ചിത്ത് തന്നെയാണ് സുഷുപ്തി. ചിത്ത് തന്നെയാണ് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യമൊക്കെ. അതറിയണമെങ്കിൽ നിഷേധിച്ച് നിർവിശേഷമായ ചിത്തിനെ സ്വരൂപമായി പ്രതിഭിജ്ഞ ഉണ്ടാവുമ്പോ, അവബോധം ഉണ്ടാവുമ്പോ, അതിൽ നിന്ന് അന്യമായ ഒന്നും അതിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതും അറിയുമ്പോ, അപ്പോഴേ അതിന്റെ തെളിവുണ്ടാവുള്ളൂ. അതിനാണ് ഈ നിഷേധം. ന ശാസ്ത്ര ന ശാസ്ത്രം ന ശിഷ്യോ ന ശിക്ഷ ന ഛത്വം ന ചാഹം ന ചായം പ്രപഞ്ച. സ്വരൂപാവബോധാത് വികൽപ്പ അസഹിഷ്ണു. ഇത് ഇന്നലെ പറഞ്ഞതാ, ഒന്നുകൂടെ വീണ്ടും നോക്കുകയാണ്. വികൽപ്പ അസഹിഷ്ണു. അസഹിഷ്ണു എന്ന് വെച്ചാൽ
not tolerating the other, not enduring the presence of the other. തന്നിൽ നിന്നും അന്യമായിട്ടുള്ള എന്തിനേയും ഇരുത്തി പൊറുപ്പിക്കില്ല എന്നുള്ളത് കൊണ്ട്. അത് ചിത്തിന്റെ സ്വരൂപമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ജീവേശ്വര ജഗദ്ഭേദങ്ങളൊന്നും സാധ്യമല്ല. ഞാൻ ആ ബോധമാണെന്ന് കണ്ട് നിൽക്കുന്നവന് കേവലമായ അസ്തിത്വം, ആ നിലനിൽപ്പ്, ഇരുപ്പ്, അതാണ് തന്റെ സ്വരൂപമെന്ന് ഉള്ള ഉണർവില് അതിൽ നിന്ന് അന്യമായി ഒന്നും നിൽക്കാൻ സാധ്യമല്ല. ഉപദേശിച്ച ഗുരുവും ഉപദേശിക്കപ്പെടുന്ന ശാസ്ത്രവും ഞാൻ, നീ, അവൻ മുതലായിട്ടുള്ള ഭേദങ്ങളും ഒക്കെ മറഞ്ഞുപോയി കേവലമായ അഖണ്ഡ അദ്വയമായ ആനന്ദമാത്രമായ പ്രജ്ഞ, ചിത്ത് അവിടെ അവശേഷിക്കും. ത്വമഹമിദമിതീയം കൽപ്പനാ ബുദ്ധിദോഷാത് പ്രഭവതി പരമാത്മനി അദ്വയേ നിർവികൽപേ പ്രവിലസതി സമാധൗ അസ്യ സർവോ വികൽപഃ വിലയനമുപഗച്ഛേത് വസ്തുതത്വാവദൃഷ്ട്യാ. വസ്തുതത്വാവദൃഷ്ടി എന്നാണ് ശങ്കരാചാര്യർ അതിന് വാക്ക് പറയുന്നത്. സമാധി എന്ന് വെച്ചാൽ എന്താ? വസ്തുതത്വാവദൃഷ്ടി എന്ന് വെച്ചാൽ ഉള്ളതിനെ ഉള്ളപടി കാണുക. വിചാരം കൊണ്ട് തെളിഞ്ഞ് ഞാൻ എന്നുള്ളത് എന്താണ് എന്ന് ആരായുമ്പോ ഞാൻ, നീ, അവൻ എന്നുള്ളതൊക്കെ മറിഞ്ഞു പോകണം. ഭഗവാന്റെ ഉപദേശത്തില് പ്രധാനമായിട്ടുള്ളതാണ് ഞാൻ എന്നുള്ളത് ഉണ്ടെങ്കിലേ നീ, അവൻ എന്നുള്ളതൊക്കെ നിൽക്കുള്ളൂ. തന്മൈ ഉണ്ടേൽ മുൻനിലൈ പടർക്കൈകൾ താം ഉളവാം. തന്മൈ എന്ന് വെച്ചാൽ ഫസ്റ്റ് പേഴ്സൺ ഐ, ഞാൻ. മുൻനിലൈ എന്ന് വെച്ചാൽ സെക്കൻഡ് പേഴ്സൺ. പടർക്കൈ എന്ന് വെച്ചാൽ തേർഡ് പേഴ്സൺ. സബ്ജക്ട്, റിലേറ്റീവ് ഒബ്ജക്ട്, അബ്സല്യൂട്ട് ഒബ്ജക്ട്. ഇത് മൂന്നും സബ്ജക്റ്റിനെ ആശ്രയിച്ചിരിക്കണമെന്നാണ്. സബ്ജക്റ്റീവ് പേഴ്സൺ, റിലേറ്റഡ് പേഴ്സൺ, ഒബ്ജക്റ്റീവ് പേഴ്സൺ. അവൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് പേഴ്സൺ ആണ്, എനിക്ക് സംബന്ധമേ ഇല്ല. നിങ്ങൾ റിലേറ്റഡ് പേഴ്സൺ ആണ്, എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ സബ്ജക്റ്റീവ് പേഴ്സൺ ആണ്. ഈ മൂന്നും ഈ ഞാനിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇവിടെ കിടന്ന് ഉറങ്ങിയാൽ ഞാൻ പോയി, ഞാനെന്നുള്ളത് മറഞ്ഞുപോയി. അപ്പൊ നിങ്ങളും മറഞ്ഞു പോവും, മറ്റുള്ളവരും മറഞ്ഞു. അഹം പോയി കഴിയുമ്പോ ത്വമും പോയി, സഹവും പോയി. ഐ പോയാൽ യു ഈസ് ഓൾസോ ഗോൺ, ഹി ഈസ് ഓൾസോ ഗോൺ. ഉറക്കത്തിൽ അഹം മറയുന്നു, അപ്പൊ ബാക്കിയുള്ളതൊക്കെ മറയുന്നു. നമുക്ക് ഉള്ള അനുഭവമാണ്. അപ്പോ
സ്വരൂപ അവബോധാത് നചത്വം നചാഹം നചായം പ്രപഞ്ച. ആ സ്വരൂപ അനുഭവത്തിൽ, കേവലമായ അഹം 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 എന്ന അനുഭവത്തിൽ പ്രപഞ്ച, പ്രപഞ്ചം പോലും കാണുന്നവനിലാണ് നിൽക്കുന്നത്. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ്, മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ, താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരിനാരായണായ നമ. സൂര്യചന്ദ്രാദികളോടുകൂടിയ പ്രപഞ്ചത്തിനെ കാണുന്ന കണ്ണ്, ആ കണ്ണ് പ്രവർത്തിക്കണമെങ്കിൽ മനസ്സ് വേണം. മനസ്സിനെ കാണുന്ന കണ്ണ് ഇങ്ങനെ സൂക്ഷ്മം സൂക്ഷ്മ തരം സൂക്ഷ്മതമം എന്ന അകമയ്ക്ക് പോകുമ്പോ ആ പ്രജ്ഞാനേത്രോ വൈ ലോക, പ്രജ്ഞാനേത്രം, ആ ബോധമാവുന്ന കണ്ണ്, the real eye, not the EYEI, but the eye. പ്രജ്ഞാനേത്രം, ബോധമാവുന്ന ചക്ഷുസ്, സ്ഫുട ബോധചക്ഷുഷ. അതിലാണ് പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത്. പ്രപഞ്ചത്തിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് ബോധമാണ്. പ്രപഞ്ചം ഈ ചിത്തിലാണ് അറിയപ്പെടുന്നത്. ചിത്താണ് പ്രപഞ്ചം. കേവല അസ്തിത്വമാത്രമായ വസ്തു, ഇരിപ്പ് മാത്രമായ വസ്തു, അതിനാണ് സ്വരൂപ അവബോധം എന്ന് പറയുന്നത്. സ്വരൂപാവബോധാത് വികൽപ്പാസഹിഷ്ണു തദേകോ വശിഷ്ട ശിവ കേവലോഹം. അടുത്തത് നചോർധ്വം നചാധോ നചാന്തൻ ന ബാഹ്യം ന മധ്യം ന തിര്യം ന പൂർവാപരാദിക് വിയദ്വ്യാപകത്വാത് അഖണ്ഡൈകരൂപ. ഊർധ്വം എന്ന് വെച്ചാൽ മുകള്, അധഹ എന്ന് വെച്ചാൽ ചുവട്ടില്, അന്തർ അകത്ത്, ബാഹ്യം പുറത്ത്, മധ്യം നടുക്ക്, തിര്യക് തലങ്ങനെ, പൂർവാപരാദിക് കിഴക്ക് പടിഞ്ഞാറ് മുതലായിട്ടുള്ള ദിക്കുകൾ, വിയത് ആകാശം, വ്യാപകത്വം പടർന്നു നിൽക്കുക, പരന്നു നിൽക്കുക, വ്യാപിച്ചു നിൽക്കുക. ഇത്രയൊക്കെ വാക്യാർത്ഥം. നചോർധ്വം നചാധോ നചാന്തൻ ന ബാഹ്യം. സ്പേസിനെ വെച്ചുകൊണ്ടാണല്ലോ ഇതൊക്കെ പറയണത്, അല്ലേ? സ്പേസ്, നമ്മളുടെ മുമ്പിൽ കാണപ്പെടുന്ന ഇടം, ആകാശം, നിങ്ങൾക്കും എനിക്കും നടുവിലിരിക്കുന്ന സ്പേസ്, ഇതിനെ നമ്മൾ കൊടുക്കുന്ന പേരാണ് ശൂന്യമെന്ന് പറയണത്. വാസ്തവത്തിൽ ശൂന്യമില്ല, ഇത് മുഴുവൻ പൂർണ്ണമാണ്, ഇത് മുഴുവൻ ചൈതന്യമാണ്. എവിടെ ശൂന്യം? നമ്മൾക്ക് ദൃഷ്ടിക്ക് കാണാത്തത് കൊണ്ട് വേക്കന്റ് സ്പേസ് എന്ന് പറയുന്നു. വേക്കന്റ് സ്പേസ് ഇല്ല. സ്പേസിന്റെ ഉള്ളിൽ ഭൂമിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും അധികം ബലവത്തരമായിട്ടുള്ള ഭൂതമാണ് ആകാശം. അതിനകത്ത് ഭൂമിയുണ്ട്, അതിനകത്ത് വെള്ളമുണ്ട്, അതിനകത്ത് തീയുണ്ട്, അതിനകത്ത് വായുവുണ്ട്. ഈ 4 ഭൂതങ്ങളും ആകാശത്തിൽ നിന്ന് ജനിക്കണമെന്നാണ് പറയണത്. അപ്പൊ ആകാശം എങ്ങനെ ശൂന്യമാകും? സയേതസ്മാദാത്മന ആകാശ സംഭൂതഃ.
ആകാശാദ്വായു വായോരഗ്നി അഗ്നേരാപഃ അദ്ഭ്യഃ പൃഥിവീ ആത്മനഃ ആകാശഃ സംഭൂതഃ. ബോധത്തിൽ നിന്നും മനസ്സുദിക്കുകയും മനസ്സിനോടുകൂടെ ആകാശം ഉണ്ടാവുകയും, മനസ്സ് വിരിയുമ്പോ ദിവസമുള്ള നമുക്കുള്ള അനുഭവമാണ്. ഉറക്കത്തിൽ നിന്നും മനസ്സ് ഉണരുമ്പോ മനസ്സിനോടുകൂടെ സ്പേസ് വരും. മനസ്ത്വം വ്യോമത്വം മരുദസി മരുത്സാരഥിരസി ത്വമാപസ്ത്വം ഭൂമി ത്വയി പരിണതായാം നഹി പരം ത്വമേവ സ്വാത്മാനം പരിണമയിതും വിശ്വവപുഷാ ചിദാനന്ദാകാരം ശിവയുവതി ഭാവേന ബിഭ്രഷേ. മനസ്ത്വം വ്യോമത്വം. മനസ്സ് കഴിഞ്ഞാൽ വ്യോമത്വമാണ്, ആകാശത്വം. അപ്പോ മനസ്സ് വിരിഞ്ഞു കഴിയുമ്പോൾ ആദ്യം ആവിർഭവിക്കുന്നതാണ് ഇടം. സ്പേസ്ലെസ്നെസ്സിന്റെ എക്സ്പീരിയൻസ് ആണ് സുഷുപ്തി അവസ്ഥ. സുഖമായി ഉറങ്ങുമ്പോ, മനസ്സ് ലയിച്ചു കിടക്കുമ്പോ ടൈമില്ല, സ്പേസ് ഇല്ല, കാര്യകാരണ ബന്ധങ്ങളൊന്നും തന്നെയില്ല. അല്ലേ? നമ്മള് ഉറങ്ങിക്കഴിഞ്ഞാൽ എവിടെ ഉറങ്ങണമെന്നുള്ളത് പ്രധാനമേ അല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉറങ്ങുന്നവരെ AC റൂമിലാണോ കിടക്കയിലാണോ ഒക്കെ പ്രധാനമാണ്. ചിലര് കാണാം ട്രാഫിക് ധാരാളമുള്ള റോട്ടിൽ സൈഡിൽ കിടന്നുറങ്ങണത്. ബോംബെയിൽ ഇലക്ട്രിക് ട്രെയിനിൽ രണ്ടുപേരുടെ നടുവില് ജാമായിട്ട് നിന്നിട്ട് ഉറങ്ങുന്ന ആളുകളെ കാണാം നിങ്ങൾക്ക്. വീഴില്ല. ഇവിടെയുള്ള ആളും പിടിച്ചോളും, ഇവിടെയുള്ള ആളും പിടിച്ചോളും. അതിന്റെ നടുക്ക് നിന്നുകൊണ്ട് ഉറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞാൽ നിന്നുകൊണ്ട് ഉറങ്ങണോ ഇരുന്നിട്ട് ഉറങ്ങണോ ഒന്നും പ്രശ്നമല്ല. ഉറങ്ങിക്കഴിയുമ്പോ in that state you drop the body, you drop the mind, you drop time space. എത്ര നേരം ഉറങ്ങി എന്നുള്ളതും പ്രശ്നമല്ല. ടൈമൊന്നുമില്ല. ഹിമക്കരടികൾ 6 മാസമൊക്കെ ഉറങ്ങും. അതിനൊരു പ്രത്യേക പേരുമുണ്ട്. അവർ ഉറങ്ങണതിന് 6 മാസമൊക്കെ ഉറങ്ങണതിന് എന്താ പേര് പറയാ? ഹൈബർനേഷൻ. ഉറങ്ങിക്കഴിഞ്ഞാൽ 6 മാസവും 6 ദിവസവും 6 മണിക്കൂറും 6 മിനിറ്റും ഒക്കെ ഒരേപോലെ തന്നെ. ഒന്നും അറിയില്ല. സ്പേസ് അറിയില്ല, ടൈം അറിയില്ല. സുഖമായിരുന്നു എന്ന് പറയണു. ജാഗ്രതത്തിൽ സുഖമായിരിക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം വേണം. നല്ല ഊണ് കഴിച്ചു, സുഖമായിരുന്നു. നല്ല സിനിമ കണ്ടു, സുഖമായിരുന്നു. നല്ല പുസ്തകം വായിച്ചു, സുഖമായിരുന്നു. ഇഷ്ടപ്പെട്ടവരെ കണ്ടു, സുഖമായിരുന്നു. സുഷുപ്തിയിൽ മാത്രം സുഖമായിരിക്കാൻ ഒരു കാരണവും വേണ്ട. എന്ത് കാരണം കൊണ്ടാ സുഖമായിരുന്നു അറിയില്ല. സുഖമായിരുന്നു. സുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനൊരു കാരണവും അവിടെ ഉണ്ടായിരുന്നില്ല. എഴുന്നേറ്റ് കഴിയുമ്പോ അഹങ്കാരം ഉദിക്കുമ്പോ, ഞാൻ എന്നുള്ളത് ഉദിച്ചു കഴിഞ്ഞാലാണ് പിന്നെ കാര്യവും കാരണമൊക്കെ ചോദിക്കുന്നത്. വിശ്വം പശ്യതി കാര്യകാരണതയാ സ്വസ്വാമി സംബന്ധതഃ ശിഷ്യ ആചാര്യതയാ തഥൈവ പിതൃപുത്രാദി ആത്മനാ ഭേദതഃ സ്വപ്നെ ജാഗ്രതിവ നതു സുഷുപ്തൗ സ്വപ്നെ ജാഗ്രതിവ യേഷ പുരുഷഃ മായാപരിഭ്രാമിതഃ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിദം ശ്രീ ദക്ഷിണാമൂർത്തയേ. കാരണമൊന്നുമില്ലാത്ത സുഖമായിട്ടിരിക്കണോ? ടൈമില്ല, സ്പേസ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഈ ടൈം സ്പേസ് കോസേഷൻ, ദേശകാല നിമിത്തങ്ങൾ മനസ്സ് ഉദിക്കുമ്പോഴാണ് ഉദിക്കുന്നത്. മനസ്സ് ലയിക്കുമ്പോൾ ലയിക്കണം.
മനസ്സുകൊണ്ട് മാത്രം തോന്നപ്പെടുന്നതിനെയാണ് മിഥ്യ എന്ന് പറയണത്. അപ്പോ ന ചോർധ്വം ന ചാധോ ന ചാന്തർ ന ബാഹ്യ. മുകളില് ചുവട്ടില് ഇതൊക്കെ തന്നെ മനസ്സുണ്ടാക്കുന്നതാണ്. സ്വപ്നത്തിൽ ചിലപ്പോ മനസ്സ് വീഴാൻ പോണ പോലെയൊക്കെ തോന്നിപ്പിക്കും. അവിടെ വല്ല സ്പേസ് ഉണ്ടോ? ശരിക്കും നമ്മൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതായിട്ടും നമുക്ക് ബാലൻസ് തെറ്റണതായിട്ടും ഒക്കെ സ്വപ്നത്തിൽ കാണും. എന്തോ പിത്തം കൊണ്ടോ മറ്റൊക്കെ ദോഷം കൊണ്ടാണെന്നൊക്കെ പറയും. അതൊക്കെ മനസ്സിന്റെ ദൂഷ്യങ്ങൾ. മനസ്സ് തന്നെ. അപ്പോ നമുക്ക് കാണാം ഈ സ്പേസും ടൈമും ഇതും ഒക്കെ തന്നെ മനസ്സിന്റെ തന്നെ രൂപമായ നാഡീ നരമ്പുകളിലൊക്കെ ഉണ്ട്. സുഷുപ്തിയിൽ അതൊന്നും ദൂഷ്യമൊന്നുമില്ല. ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഈ ദൂഷ്യമുണ്ട്. അതിൽ രണ്ടിലും അവിദ്യയുണ്ട്. അവിദ്യയാണ് ശരീരത്തിന് കാരണം. അവിദ്യയാണ് സകല സൂക്കേടുകൾക്കും ദോഷങ്ങൾക്കും കാരണം എന്ന് നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. ഇന്ദ്രിയങ്ങളൊക്കെ മനസ്സിലാണുള്ളത്. അതുകൊണ്ടാണ് സ്വപ്നം കാണുമ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളും മനസ്സിൽ ആവിർഭവിക്കുന്നുണ്ട്. കണ്ണ് കാണാത്തവന് കണ്ണ് കാണും, ചെവി കേൾക്കാത്തവന് ചെവി കേൾക്കും. സ്വപ്നത്തിലെല്ലാം നടക്കും. കണ്ണും ചെവിയും മൂക്കും ഒന്നുമില്ലാതെ തന്നെ സ്വപ്നത്തിൽ കാണുകയും കേൾക്കുകയും മണക്കുകയും രുചിക്കുകയും സ്പർശിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോ ന ചോർധ്വം ന ചാധോ ന ചാന്തർ ന ബാഹ്യം. മുകളില് ചുവട്ടില് ഉള്ളില് പുറത്ത്, തെലങ്ങനെ വലങ്ങനെ, കിഴക്ക് പടിഞ്ഞാറ്, രാവിലെ രാത്രി, തിഥി നക്ഷത്രാദികള് ഇതൊക്കെ തന്നെ ജാഗ്രത അവസ്ഥയിൽ ഇന്ദ്രിയ മനസ്സുകൾ ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ വ്യവഹാരത്തിന് വേണമോ വേണ്ടയോ എന്നുള്ള കാര്യം വേറെ. പക്ഷെ ആത്മാവിൽ ഇതിനൊന്നും ഇരിപ്പിടമില്ല. അതുകൊണ്ടാണ് അക്ഷരമണമാലയിൽ ഭഗവാൻ പറഞ്ഞ് രാപ്പകലില്ല വെറുവെളി വീട്ടിൽ രമിത്തിടുவோം വാ അരുണാചല. രാവും പകലുമില്ലാത്ത ചിത്തില് നമ്മളുടെ ഇരുപ്പില് രാവ് എവിടെ, പകലെവിടെ? രാവും പകലെന്ന് പറയാൻ കാരണം കലണ്ടർ ഇല്ലാതെ വാച്ച് ഇല്ലാതെ അറിയുന്ന ടൈം അത് മാത്രമേ ഉള്ളൂ, അല്ലേ? കലണ്ടറും വാച്ചും ഇല്ലാതെ ഏത് ടൈം അറിയും? ബാക്കി ടൈമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഇത്ര സമയമായി, ഇത്ര സെക്കൻഡ്, ഇത്ര ക്ഷണം ഒക്കെ എന്തെങ്കിലും പുറമേ നിന്നുള്ള ഒരു ഇൻസ്ട്രുമെന്റ് വേണം. വാസ്തവത്തിൽ ഈ ഇൻസ്ട്രുമെന്റ് കാരണമൊക്കെയാണ് നമ്മൾ പ്രകൃതിയിൽ നിന്നും അകന്നു പോയത്. ഈ ഇൻസ്ട്രുമെന്റ് കാരണമാണ് നമ്മൾക്ക് ടൈമിന്റെ ഭ്രമം കൂടി പോയത്. ഇപ്പൊ ചിലർക്ക് ഭയങ്കര സംശയമാണ്. അമേരിക്കയിൽ ജനിച്ച കുട്ടി ഇന്നലെ ജനിച്ചു. ഈയിടെ എന്നോട് ചോദിച്ചൊരാൾ ഏത് നക്ഷത്രത്തിൽ കൂട്ടും? ശരി, അതിന് ഇനിയിപ്പോ കണക്കൊക്കെ ഇടണം. എന്താന്ന് വെച്ചാൽ ഇന്നലെ അവിടെ ജനിച്ചു, അപ്പൊ ഇവിടെ നക്ഷത്രം ഇന്നത്തെ നക്ഷത്രം രോഹിണിയാണ്. ഇന്നലത്തെ നക്ഷത്രം എടുക്കണോ, ഇന്നത്തെ നക്ഷത്രം എടുക്കണോ? ലഗ്നം മാറിപ്പോയി, എന്തൊക്കെയോ കണക്കുകൾ പ്രശ്നമാണ്. ഇതൊക്കെ ആലോചിച്ചിട്ടല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലേ? ജനിച്ച കുട്ടിക്ക് ഇത് വല്ലതും അറിയോ? ഇതൊക്കെ വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഞാൻ ചർച്ചയ്ക്കില്ല. നിങ്ങൾക്കിതൊക്കെ വേണ്ടി വന്നേക്കാം. വ്യവഹാരത്തിനും വൈദികത്തിനും ഒക്കെ ഇതൊക്കെ വേണം.
പക്ഷെ ജ്ഞാനത്തിലേക്ക് വരുമ്പോ കാണാം ഇതൊന്നും നമ്മളുടെ സ്വരൂപത്തിൽ ഇല്ലേ ഇല്ല. ന തത്ര സൂര്യോഭാതി ന ചന്ദ്ര താരകം. വേദം പറയണത് അവിടെ സൂര്യനും പ്രകാശിക്കണില്ല, ചന്ദ്രനും ഇല്ല, നക്ഷത്രങ്ങളും ഇല്ല, അഗ്നിയും ഇല്ല, ഒന്നുമില്ല. അത് സ്വയം പ്രകാശമാണമായ വസ്തു. നമുക്ക് നിത്യ അനുഭവത്തിലുള്ളതുമാണ് ഞാൻ 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 എന്ന അനുഭവത്തിന്റെ സ്വരൂപമാണ്. ആ അനുഭവത്തിന് പുറമേ നിന്ന് ഒരു വെളിച്ചവും വേണ്ട. ഞാൻ എന്നുള്ള അനുഭവത്തിൽ ഉള്ള് പുറമൊന്നുമില്ല. ഉള്ളു പുറമൊക്കെ നമ്മൾ പറയണത് മനസ്സിലുള്ളത് ഉള്ളും ഇന്ദ്രിയങ്ങളിലുള്ളത് പുറവും. നിങ്ങളൊക്കെ എന്റെ ഇന്ദ്രിയങ്ങളിലുള്ളവരാണ്, നിങ്ങൾ പുറത്ത്. നിങ്ങളെക്കുറിച്ച് എനിക്ക് വരുന്ന ഭാവങ്ങൾ എന്റെ മനസ്സിലുണ്ടാവുന്നതാണ്, അതകത്ത്. ദാറ്റ് വിച്ച് ഈസ് ഇൻ ദ മൈൻഡ് ഈസ് ഇന്നർ ആൻഡ് ദാറ്റ് വിച്ച് ഈസ് ഇൻ ദ സെൻസസ് ഈസ് ഔട്ടർ. ദിസ് ഈസ് ദ common understanding, but neither the senses are outside nor the mind is inside. The whole thing is relative, and what is in you in consciousness is neither outside nor inside. It is timeless. It is simple fact ആണ്. ഒട്ടനെ ആളുകൾ എന്ത് പറയോ, ഇതൊക്കെ ജ്ഞാനികൾക്ക് ശരി, നമുക്ക് ശരിയാവില്ല എന്നാണ്. അങ്ങനെയല്ല. ജ്ഞാനികൾക്കും നമുക്കും അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും ഗുരുത്വാകർഷണ ശക്തി ഒരേപോലെയാണ്. വീഴും, അല്ലെ? ചാടിയ വീഴും. അത് ന്യൂട്ടൺ മാത്രമല്ല വീഴുക, നമ്മളും വീഴും. ന്യൂട്ടൺ മാത്രമാണോ വീഴുക? പുറത്തുനിന്ന് ചാടിയാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അറിയുന്ന ആളും വീഴും, അറിയാത്ത ആളും വീഴും. അതുപോലെ ഈ തത്വം നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇതാണ് സത്യം. സോ നമ്മളുടെ സ്വരൂപം അതിലെ ഉള്ള് പുറം എന്നുള്ളതില്ല. ന അന്തഃപ്രജ്ഞം ന ബഹിഃപ്രജ്ഞം നോഭയതഃ പ്രജ്ഞം ന അപ്രജ്ഞം ന പ്രജ്ഞം ന അപ്രജ്ഞം. ശ്രുതി ഇങ്ങനെയൊക്കെ നിഷേധിച്ച് അദൃശ്യം, അവ്യവഹാര്യം, അഗ്രാഹ്യം, അലക്ഷണം, അചിന്യം, അവ്യപദേശ്യം, ഏകാത്മപ്രത്യയസാരം, പ്രപഞ്ചോപശമം, ശാന്തം, ശിവം, അദ്വൈതം, ചതുർത്ഥം മന്യന്തെ സ ആത്മാ സവിജ്ഞേയ. തുരീയം എന്ന് പറഞ്ഞല്ലോ, അതിനുള്ള വ്യാഖ്യാനാണ് സ ആത്മാ സവിജ്ഞേയ. ആത്മാവ് എന്താ? നാലാമത്തെ വസ്തു. എന്താ ഈ നാലാമത്തെ വസ്തു? അത് പുറമേക്കല്ല, അത് അകമേ അല്ല, അത് ദൃശ്യപദാർത്ഥമല്ല, അദൃശ്യം, അവ്യവഹാര്യം. അതില് ഡൂവർഷിപ്പ്, എൻജോയർഷിപ്പ് ഒന്നുമില്ല, കർത്തൃത്വം ഭോക്തൃത്വമല്ല, അതുകൊണ്ട് അവ്യവഹാര്യം. അത് കറുത്തതോ വെളുത്തതോ കുറുകിയതോ ഉയരം കൂടിയതോ കുറഞ്ഞതോ ഒന്നുമല്ല, അതുകൊണ്ട് അദൃശ്യം, അവ്യവഹാര്യം, അലക്ഷണം. അതിനെ ഇന്നതെന്ന് പേര് പറഞ്ഞു വിളിക്കാൻ അമ്മയെന്നോ അച്ഛനെന്നോ ഒന്നും വിളിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവ്യപദേശ്യം. പിന്നെ അതിന്റെ സ്വരൂപം എന്താ? ഏകാത്മപ്രത്യയസാരം. എപ്പോഴും ഉണ്ട് 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 എന്ന അനുഭവത്തോടുകൂടെ രണ്ടാമതൊരു വസ്തുവിന്റെ പ്രതീതി ഇല്ലാതെ അഹം 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 എന്ന അനുഭവ രൂപത്തിൽ ഏതൊന്ന് സിദ്ധമാണോ അത് ഏകാത്മപ്രത്യയസാരം. പ്രപഞ്ചോപശമം, അതില് പ്രപഞ്ചം ഉപശമിച്ചു പോകുന്നു എന്ന് വെച്ചാൽ ആ അനുഭവത്തിൽ ഇന്ദ്രിയങ്ങളോ മനസ്സോ അതിനോട് കൂടിച്ചേർന്നിട്ടില്ലെങ്കിൽ പ്രപഞ്ചം കാണില്ല. ഇന്ദ്രിയങ്ങളോ മനസ്സോ അതിനോട് സംഗമിക്കുമ്പോഴാണ് പ്രപഞ്ചം കാണപ്പെടുന്നത്. അല്ലെങ്കിൽ ആ കേവലമായ ചിത്തിൽ പ്രപഞ്ചമോ ഒന്നുമില്ല. പ്രപഞ്ചോപശമം, ശാന്തം. ശാന്തി തന്നെ അതിന്റെ സ്വരൂപമാണ്, ശാന്തം. അദ്വൈതം, രണ്ടാമതൊന്നില്ലാത്തതാണത്, അതുകൊണ്ട് അദ്വൈതം. ചതുർത്ഥം, ഈ ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും അല്ലാത്തത് കൊണ്ട് ചതുർത്ഥം. സ ആത്മാ, അത് തന്നെ ആത്മാ. സ വിജ്ഞേയ, അത് അറിയപ്പെടേണ്ടതാണ്. അപ്പോ മുകളിലോ ചുവട്ടിലോ
ഉള്ളിലോ പുറത്തോ നടുക്കോ കിഴക്കോ പടിഞ്ഞാറോ ഒന്നുമല്ല. പിന്നെയോ വിയദ്വ്യാപകത്വാത് ആകാശം കണക്കെ നമ്മൾക്ക് അറിയുന്ന സർവവ്യാപകത്വം ആകാശത്തിൻ്റെതാണല്ലോ. അതുകൊണ്ട് ആകാശം കണക്കെ നീക്കാനൊരു സ്ഥലം പോലുമില്ലാതെ നിറഞ്ഞു നിൽക്കുന്നതും ഒരു ചെറിയ ഗ്യാപ്പ് പോലും ഇല്ലാത്തതും അവിഛിന്ന ബോധസ്വരൂപമായിട്ടുള്ളതും അഥവാ ആകാശത്തിന് പോലും വിയതഃ അഭിവ്യാപകത്വാത് ആകാശാദഭിവ്യാപകത്വാത് വിയദ്വത് സദാശുദ്ധമച്ഛസ്വരൂപം സനിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ സമസ്തേഷു വസ്തുഷു അനുസ്യൂതമേകം സമസ്താനി വസ്തൂനി യം ന സ്പൃശന്തി വിയദ്വത് സദാശുദ്ധമച്ഛസ്വരൂപ സനിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ. ആകാശം പോലെ സർവഭൂതങ്ങളിലും ഉള്ളിലും പുറത്തും സർവത്ര വ്യാപിച്ചു നിൽക്കുന്നതും അഖണ്ഡൈകരൂപ. അഖണ്ഡം, ഖണ്ഡം എന്ന് വെച്ചാൽ ബ്രേക്ക്, അഖണ്ഡം എന്ന് വെച്ചാൽ അൺബ്രോക്കബിൾ, അൺബ്രേക്കൺ, അൺഇന്ററപ്റ്റഡ്. ഇന്ററപ്ഷൻ ഇല്ല. നിങ്ങളിപ്പോ കാണുന്നത് ഞാൻ കണ്ണടച്ച ഇന്ററപ്ഷനായി. ശരീരത്തിന് ഇന്ററപ്ഷൻ ഉണ്ട്, സ്വപ്നത്തിലില്ല. മനസ്സിന് ഇന്ററപ്ഷൻ ഉണ്ട്, സുഷുപ്തിയിലില്ല. എല്ലാ സ്റ്റേറ്റ്സിനും ഇന്ററപ്ഷൻ ഉണ്ട്. പക്ഷേ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം, കേവലമായ ചിത് എക്സിസ്റ്റൻസ്, അതിൽ ഇന്ററപ്ഷൻ ഉണ്ടാവാനേ പറ്റില്ല. ഇത്ര സിമ്പിൾ ഫാക്റ്റാണ്. ഇത്രയും സിമ്പിളായിട്ടുള്ളതിനെ ആളുകൾ വിഷമാണെന്ന് പറയണു. അതിനെ അബ്സ്ട്രാക്ട് എന്ന് പറയുന്നു. ചില ആളുകളൊക്കെ എന്നോട് പറയും, നിങ്ങൾ ഈ അബ്സ്ട്രാക്ട് ഉള്ള കാര്യമൊക്കെ സിമ്പിളായിട്ട് പറഞ്ഞുവല്ലോ എന്നാണ്. അബ്സ്ട്രാക്ട് ഒന്നുമല്ല, അത് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ബുദ്ധിയും മനസ്സും ഒക്കെ അതിനെ അബ്സ്ട്രാക്ട് ആണെന്ന് തോന്നിപ്പിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് മച്ച് മോർ സിമ്പിൾ ദാൻ യുവർ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ഇറ്റ് ഈസ് മച്ച് മോർ സിമ്പിൾ ദാൻ യുവർ മൈൻഡ്. വളരെ വളരെ സിമ്പിളായിട്ടുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവാതിരിക്കാൻ കാരണം വേദാന്തത്തിന്റെ കുഴപ്പമൊന്നുമല്ല, നമ്മളുടെ കുഴപ്പമാണ്. സത്യം വളരെ സിമ്പിളാണ്, പക്ഷെ നമ്മൾ വളരെ കോംപ്ലക്സ് ആണ്. അതിന് സത്യം എന്ത് ചെയ്യാൻ പറ്റും? ട്രൂത്ത് ഈസ് വെരി സിമ്പിൾ, ബട്ട് യുവർ മൈൻഡ് ഈസ് വെരി കോംപ്ലക്സ്. ഇറ്റ് നീഡ്സ് കോംപ്ലക്സ് തിങ്സ്. ജടിലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണു ആളുകൾ, അല്ലേ? എന്തൊക്കെയാ മനസ്സിലാക്കണത്? ഇത്ര കാലം പരിശ്രമിച്ചു നോക്കിയിട്ട് എനിക്ക് കമ്പ്യൂട്ടർ തലയും വാലും പിടികിട്ടണില്ല. ചെറിയ കുട്ടികള് അതിലിരുന്നിട്ട് സുന്ദരമായിട്ട് കളിക്കണു. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാൻ ശക്തിയുണ്ട്. അപ്പൊ ശക്തിയില്ല എന്ന് പറയാൻ വയ്യ, എനിക്കത് കഴിയണേയില്ല. ശ്രമിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്, ഇത്രയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കാനൊക്കെ ശ്രമിച്ച്. കാർ ഡ്രൈവിംഗ്, ഇത്ര കാലമായി കാറിൽ യാത്ര ചെയ്യണു മുമ്പിലിരുന്നിട്ട്. ഇപ്പോഴും ഇവരെങ്ങനെയാ ഗിയർ ഇടണത്, ഇതെങ്ങനെ മാറ്റണു, ഇതൊന്നും ഇത്തിരി ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും, ഒന്നും മനസ്സിലാവണില്ല. കുറച്ച് മെനക്കെട്ടാ മനസ്സിലാവുമായിരിക്കും, കാര്യം വേറെ. ഞാൻ എന്തിനു പറയണമെന്ന് വെച്ചാൽ, നമ്മളുടെ ഒരു സ്പെഷ്യൽ പവർ കൊണ്ടൊന്നുമല്ല ഇതിപ്പോ മനസ്സിലാവണത്. ഇപ്പൊ ഇതൊക്കെ കൊച്ചു കുട്ടികൾ പോലും മനസ്സിലാക്കണു. ചെറിയ ചെറിയ കുട്ടികൾ പോലും ഇത്രയും ജടിലമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണു. അതേസമയം വളരെ സിമ്പിൾ ആയിട്ടുള്ള അവനവന്റെ ഇരുപ്പ്, അസ്തിത്വം, ഞാൻ എന്നുള്ള അനുഭവം നോക്കൂ. ഇതിനേക്കാളും അടുത്ത് നമുക്കൊന്നും ഉണ്ടാവാൻ വയ്യല്ലോ. കൈയും കാലും പോലും ദൂരത്താണ്, മനസ്സ് പോലും ദൂരത്താണ്. അവനവന്റെ ഇരുപ്പിനെ കുറിച്ച് പറയുമ്പോ എന്തുകൊണ്ട് നമ്മള് അയ്യോ അതൊന്നും നമുക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞ?
അപ്പൊ കുഴപ്പം നമ്മളിലാണ്, സത്യത്തിലല്ല. ശരീര മനസ്സുകളിലുള്ള ചില ദൂഷ്യങ്ങൾ കൊണ്ടാണ്, സത്യത്തിനോടുള്ള സമീപനത്തിനുള്ള ജടിലത കൊണ്ടാണ് ഇത്ര സിമ്പിൾ ഫാക്ട് നമ്മള് വിട്ടുകളയണത്. അപ്പോ വിയദ്വ്യാപകത്വാ, ആകാശം പോലെ അവിഛിന്ന വ്യാപ്തി ഉള്ളത് കൊണ്ട്, അഖണ്ഡൈക രൂപ, ഖണ്ഡമില്ലാതെ അൺഇന്ററപ്റ്റഡ് എക്സ്പീരിയൻസ്, ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും ഇന്ത്യയിലും അമേരിക്കയിലും കൈലാസത്തിലും സമുദ്രത്തിന്റെ ഉള്ളിലും വൈകുണ്ഠത്തിലും എവിടെ പോയാലും ഈ സത്ത ഒരേപോലെ തന്നെ, ഒന്ന് തന്നെയാണ്. അതിനൊരിക്കലും ഒരു കേടുപാടില്ല, അതിനൊരു ദൂഷ്യമില്ല, അതിനൊരു കളങ്കമില്ല. അത് വിദ്യാരണ്യസ്വാമികൾ തുടങ്ങുമ്പോ, പഞ്ചദശി തുടങ്ങുമ്പോ തന്നെ പറഞ്ഞു വരുന്ന ഒരു ശ്ലോകമുണ്ട്. മാസാബ്ധയുഗ കൽപ്പേഷു, മാസങ്ങളും വർഷങ്ങളും യുഗങ്ങളും കൽപ്പങ്ങളും ഒക്കെ മാറി മാറി വരുമ്പോഴും സംവിതേകാ സ്വയം പ്രഭ എന്നാണ്. ആ സംവിത്ത് ഏകാ സ്വയം പ്രഭ എന്നാണ്. അതെപ്പോഴും ഒരേപോലെയും സ്വയം പ്രകാശമാനമായിട്ടിരിക്കണം. ഒക്കെ മാറണു, മാസങ്ങൾ മാറണു, വർഷങ്ങൾ മാറണു, യുഗങ്ങൾ മാറണു. ഒക്കെ അവിദ്യയാണ്, അവിദ്യാപടലമാണ്. സത്യത്തിനെ അറിയും തോറും നമുക്ക് ഈ ദേശം ആ ദേശമെന്നും, ഈ നാള് ആ നാളെന്നും, മേലെ കീഴെന്നും, ഇന്ന മനുഷ്യൻ അവൻ ഇവൻ എന്നുള്ള വ്യാപാരങ്ങളും ഒക്കെ തന്നെ ആ ചുക്തികയില് രജതം പോലെ, കയറില് പാമ്പ് പോലെ, കുറ്റിയില് ഭൂതം പോലെ, മരുഭൂമിയിൽ മരീചിക ജലം പോലെ, സ്ക്രീനില് സിനിമ പോലെ, നിത്യശുദ്ധമായ പൂർണ്ണ വസ്തുവിൽ ആരോപണം മാത്രമാണ്. എവിടെയും എപ്പോഴും എല്ലായ്പ്പോഴും ഒരേപോലെ ഇരിക്കുന്നതായ അചിത്ത ബോധം, അതിനെ വിചാരം കൊണ്ട് തെളിഞ്ഞ് ദർശിച്ചു കഴിഞ്ഞവൻ സൂര്യൻ വെളിച്ചത്തിനേക്കാളും പ്രകാശമാനമായി. ശങ്കരാചാര്യര് ശിവാനന്ദ ലഹരിയിൽ ഒരിടത്ത് പറയുന്നു, ഒരു സൂര്യൻ തന്നെ അമാവാസ ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഉദിക്കുമ്പോ ഇരുട്ട് പോയി പോകും. അമാവാസയുടെ കൂരിരുട്ട് ഒരു സൂര്യൻ ഉദിക്കുമ്പോ തന്നെ പോയി പോകുന്നു. ഭഗവാനെ, അങ്ങ് കോടി സൂര്യ സമപ്രഭനാണ്, എന്നിട്ടും എന്റെ ഈ ഇരുട്ട് പോവാത്തതെന്നാണ്. ഏകോ വാരിജബന്ധവ ക്ഷിതിനഭോ വ്യാപ്തം തമോമണ്ഡലം ഭിത്വാ ലോചനഗോചരോപി ഭവതി ത്വം കോടി സൂര്യപ്രഭ. കോടി സൂര്യപ്രഭ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സൂര്യനെ നമുക്ക് കാണാൻ പറ്റണില്ല അല്ലെ? കോടി സൂര്യനെ കാണാൻ പറ്റുമോ? ഈ സൂര്യനെ നമുക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല. കോടി സൂര്യനെ എങ്ങനെ നോക്കും? അപ്പൊ കോടി സൂര്യൻ എന്നൊക്കെ പറഞ്ഞാൽ ആത്മാവിന്റെ പ്രകാശം ഈ സൂര്യ വെളിച്ചത്തിനേക്കാളും ഒക്കെ എക്സ്പ്ലിസിറ്റ് ആണെന്നേ അർത്ഥമുള്ളൂ. എന്നുവെച്ചാൽ ഇതിനു മേലെ അത് എക്സ്പ്ലിസിറ്റ് ആവാൻ പറ്റില്ല, അത്ര കണ്ട് എക്സ്പ്ലിസിറ്റ് ആണ്. ഈ സൂര്യൻ അത്ര എക്സ്പ്ലിസിറ്റ് അല്ല, കാരണം കണ്ണുകൊണ്ടാണ് കാണുന്നത്. അതുകൊണ്ട് കണ്ണിന്റെ പവറിനെ ആശ്രയിച്ച് നിൽക്കണു സൂര്യൻ. ആത്മാവിന് പ്രകാശിക്കാൻ കണ്ണും വേണ്ട, മനസ്സും വേണ്ട, ബുദ്ധിയും വേണ്ട, ഒന്നും വേണ്ട. അത് സദാ സ്വതസിദ്ധമാണ്, പ്രകാശിച്ചുകൊണ്ടേയിരിക്കണു. അതിനെ കാണാതിരിക്കാൻ ഒരാളും ഒക്കില്ല, അതിനെ മറക്കാൻ ആർക്ക് സാധ്യമല്ല. അങ്ങനെ നിത്യസിദ്ധമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ ദേശകാലാദി യാതൊരു ഭേദങ്ങളും അതിനെ ബാധിക്കണില്ല എന്നുള്ളത് കൊണ്ടും, ഉള്ള് പുറം മുതലായിട്ടുള്ളൊന്നും വ്യാപിക്കണില്ല എന്നുള്ളത് കൊണ്ടും, സർവവ്യാപ്തമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും അതിനെ നിഷേധിക്കാനൊന്നും സാധിക്കില്ല. സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കണം. ഇതിൽ ഇരുട്ട്, അജ്ഞാനം സത്യമല്ല.
എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങൾ സ്വയം വിചാരം ചെയ്ത് തെളിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയണത് വല്ല ജർമ്മൻ ഭാഷയോ ഫ്രഞ്ച് ഭാഷയോ കേട്ടോണ്ടൊക്കെ ഇരിക്കുമ്പോ തെലുങ്കിലുള്ള കീർത്തനങ്ങളൊക്കെ നമ്മൾ കേൾക്കണില്ലേ? ത്യാഗരാജ കീർത്തനം, ത്യാഗരാജസ്വാമിയുടെ അനുഭവം അതിലുള്ളത് കൊണ്ട് ആ കീർത്തനങ്ങളൊക്കെ കേൾക്കുമ്പോ ഇപ്പൊ പാടുന്നവർക്കും തന്നെ പലർക്കും കീർത്തനത്തിന് എന്താ അർത്ഥം ഒന്നും നിശ്ചയില്ല അല്ലേ? കുറച്ചുപേര് വേണമെങ്കിൽ അർത്ഥം അറിഞ്ഞു പാടുണ്ടാവും. ബാക്കി പലർക്കും ത്യാഗരാജസ്വാമി തന്നെ കേട്ടാൽ ഞാൻ ഇങ്ങനൊന്നും എഴുതിയിട്ടില്ലല്ലോ എന്നുള്ള മട്ടിലാണ് പാടുക. അങ്ങനെയൊക്കെ എന്നാലും ആളുകൾ കേൾക്കണം അല്ലേ? കാരണം എന്താ? ത്യാഗരാജസ്വാമിക്ക് അതിലൊരു അനുഭവം ഉള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാവാത്ത ഭാഷയായാലും കേട്ടോണ്ടിരിക്കണ്ടേ. പക്ഷേ അത് ത്യാഗരാജന് സത്യമാണ്, നമുക്ക് സത്യമല്ല. കാരണം അദ്ദേഹത്തിന് അത് അനുഭവമാണ്. അതേപോലെ ഈ പറയണ കാര്യം വളരെ സിമ്പിളാണ്. വിചാരം എന്ന് പറയുന്നതാണ് ഇവിടെ തപസ്, ജ്ഞാന തപസ് എന്ന് പറയുന്നത്. ജ്ഞാനമേവ തപ ബഹവോ ജ്ഞാന തപസാ പൂതാമദ്ഭാവമാഗതാഹ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. ജ്ഞാനം കൊണ്ട് പവിത്രീകൃതരായിട്ട് പ്രാപിക്കുന്നു. അപ്പൊ ജ്ഞാനമാകുന്ന തപസ് കൊണ്ടാണ് ഈ പറഞ്ഞതൊക്കെ ജ്ഞാനം. ഈ ജ്ഞാനത്തിനെ ഏകാന്തത്തിൽ ഇരുന്ന് വിചാരം ചെയ്ത് തെളിഞ്ഞ് ഉള്ളിലുള്ള അവിദ്യാപടലങ്ങളെ പതുക്കെ നീക്കം ചെയ്ത് കഴിയുമ്പോ ഒരു കണ്ണാടി ശരരാന്തൽ വിളക്കില് ഉള്ളിൽ വെച്ചിട്ട് ആ ഗ്ലാസ്സില് കരി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കരി തുടക്കുകയാണ്. വിളക്ക് കത്തി ജ്വലിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട്, പക്ഷെ കരി പിടിച്ചത് കൊണ്ട് വിളക്ക് കാണപ്പെടാതിരിക്കുകയാണ്. ആ കരി നീക്കലാണ് സത്സംഗം കൊണ്ട് ചെയ്യുന്നത്. ആ ചളി അങ്ങടെ തുടച്ച് കളയുമ്പോ സ്വയം പ്രകാശമാനമായ വസ്തു എങ്ങനെയുണ്ടോ അങ്ങനെ കാണപ്പെടുക. അടുത്ത ശ്ലോകം നോക്കും. അപിവ്യാപകത്വാദി തത്വപ്രയോഗാത് സ്വതസിദ്ധഭാവാത് അനന്യാശ്രയത്വാത് ജഗത്തുച്ഛമേതത് സമസ്തം തദന്യഃ തദേകോവശിഷ്ട ശിവ കേവലോഹം. വ്യാപകത്വാദി തത്വപ്രയോഗാത് അപി. വ്യാപകത്വാത് തത്വപ്രയോഗാത് രണ്ടർത്ഥത്തിലും എടുക്കാം. ഒന്ന് ആദ്യം നിഷേധിക്കുകയാണ്. സ്വർണം എന്താ? വളയാണോ? അല്ല. മാലയാണോ? അല്ല. മോതിരമാണോ? അല്ല. പിന്നെ സ്വർണം എന്താ? സ്വർണം ഇതൊക്കെയുമാണ്, പക്ഷെ ഇതൊന്നും അല്ല. സ്വർണത്തിനെ അറിഞ്ഞ ശേഷം വളയും സ്വർണമാണ്, മാലയും സ്വർണമാണ്, മോതിരവും സ്വർണമാണ്, എല്ലാം സ്വർണമാണ് എന്ന് പറയുന്ന രീതിയിൽ അന്വയ വ്യതിരേക രൂപത്തിലുള്ള യുക്തി കൊണ്ട് അറിയലാണ്. ആ നിഷേധിച്ച് അപിവ്യാപകത്വാദി തത്വപ്രയോഗാത്. വ്യാപകത്വാദി തത്വപ്രയോഗം, വ്യാപകത്വം ഹേതുവായിക്കൊണ്ട്, വ്യാപകത്വാത് സർവത്ര വ്യാപിച്ചു നിൽക്കണു എന്നുള്ളത് കൊണ്ടും, തത്വപ്രയോഗാത്, തത്വപ്രയോഗം എന്ന് വെച്ചാൽ തത്വമസി എന്ന് മഹാവാക്യം ഗുരു ഉപദേശിക്കുമ്പോ നമ്മളുടെ ഉള്ളിലുള്ള ഞാൻ എന്നുള്ളതിന്റെ ഉണ്മയായ സ്വരൂപം എന്താണെന്ന് ആരാഞ്ഞ് അത് കേവല ചിന്മാത്രമായ വസ്തുവാണെന്ന് അറിയുന്നു. അറിഞ്ഞു കഴിഞ്ഞ് അത് തന്നെയാണ് സർവവുമായിട്ടിരിക്കുന്നത് എന്നുള്ള അനുഭവവും ഉണ്ടാകണം. വ്യാപകത്വം, അതില്ലാത്തത് ഒരിടത്തുമില്ലെന്നും അറിയണം. തത്വം അധ്യാത്മികം ദൃഷ്ട്വാ തത്വം ദൃഷ്ട്വാ തു ബാഹ്യതഃ തത്വീഭൂതഃ തദാരാമഃ തത്വാത് അപ്രച്യുതോ ഭവേത്. തത്വം അധ്യാത്മികം ദൃഷ്ട്വാ, തത്വത്തിനെ തന്റെ സ്വരൂപമായി അറിഞ്ഞിട്ട്, തത്വം ദൃഷ്ട്വാ തു ബാഹ്യതഃ, പുറമേ നിന്നും കാണുന്നതുമൊക്കെ തന്നെ ആ പരമേശ്വര സ്വരൂപമാണെന്ന് അറിഞ്ഞിട്ട്, തത്വീഭൂത സ്വയമേവ തത്വമായി തീർന്നിട്ട്, തദാരാമഃ അതിൽ തന്നെ രമിച്ചുകൊണ്ട്, തത്വാത് അപ്രച്യുതോ ഭവേ തത്വത്തിൽ നിന്നും ഒരു ക്ഷണനേരത്തേക്ക് പോലും ചലിക്കാതെ നിൽക്കണമെന്നാണ്. ഇതാണ് തത്വപ്രയോഗം. തത്വപ്രയോഗം എന്ന് വെച്ചാൽ സത്യത്തിനെ വിചാരം ചെയ്തറിഞ്ഞ് അതിനെ
പ്രയോഗം എന്ന് വെച്ചാൽ ഒന്ന് പ്രയോഗിച്ചപ്പോ മരുന്ന് പ്രയോഗിക്കണ പോലെ അതിനെ ഉപയോഗിച്ച് ഉള്ള വസ്തുവിന് ഉള്ളപടി കാണുകയാണ്. നമ്മൾ അറിഞ്ഞാലിട്ടില്ലെങ്കിലും കയറ് പാമ്പാണ്. പാമ്പില്ല, അവിടെ കയറേ ഉള്ളൂ. കയറാണ് പാമ്പായിട്ട് തോന്നണത്. ലൈറ്റ് അടിച്ച് നോക്കുമ്പോ പാമ്പില്ല, കയറേ ഉള്ളൂ എന്ന് കാണുന്ന പോലെ ഉള്ളപടി കണ്ടു കഴിയുമ്പോൾ പാമ്പിൽ മുഴുവൻ കയർ വ്യാപ്തമായിരിക്കുന്ന പോലെ ഞാനെന്നുള്ള അനുഭവത്തിൽ മുഴുവൻ ബ്രഹ്മം പൂർണ്ണമായ വസ്തുവാണ്. അപ്പൊ ഉള്ള് പുറം വെളി എന്നൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ ബ്രഹ്മൈവേദം അമൃതം പുരസ്താത് ബ്രഹ്മ പശ്ചാത് ബ്രഹ്മ ദക്ഷിണതശ്ച ഉത്തരേണ അധശ്ച ഊർധ്വം ച പ്രസൃതം ബ്രഹ്മൈവേദം വിശ്വമിദം വരിഷ്ഠം. ശ്രുതിവാക്യമാണ്. മുകളിലും ചുവട്ടിലും പിന്നിലും പുറത്തും അങ്ങടും മേലെയും തലങ്ങനെ വിലങ്ങനെ ഒക്കെ തന്നെ ബ്രഹ്മൈവേദം അമൃതം പുരസ്താത് ബ്രഹ്മ പശ്ചാത് ബ്രഹ്മ ദക്ഷിണതശ്ച ഉത്തരേണ അധശ്ച ഊർധ്വം ച പ്രസൃതം ബ്രഹ്മൈവേദം വിശ്വമിദം വരിഷ്ഠം. ഇങ്ങനെ സർവവ്യാപകത്വം വിചാരം ചെയ്തറിഞ്ഞ് സ്വതസിദ്ധഭാവാത് വെളിയില് ഒന്നുകൊണ്ടും സിദ്ധിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഉള്ളത് 40 ഭഗവാൻ പറഞ്ഞു. സിദ്ധി എന്ന് വെച്ചാൽ എന്താ? എപ്പോഴും സിദ്ധമായിട്ടുള്ളതിനെ വിചാരം കൊണ്ട് അറിയണത് സിദ്ധി. അല്ലാതെ എഫേർട്ട് കൊണ്ട് വാട്ട് എവർ ഈസ് അറ്റൈൻഡ് ത്രൂ മെന്റൽ എഫേർട്ട് ഈസ് എ ഡ്രീം, ഇറ്റ്സ് ബൗണ്ട് ടു ബി ലോസ്റ്റ്. സിദ്ധമായുള്ള പൊരുളை தேர்ந்திருத்தல் സിദ്ധി. பிற சித்தியெல்லாம் சொப்பனமா சித்திகளே. வித்தஸ்ய சித்திஹி சதஏவ சித்திஹி. வித்தஸ்ய வித்திஹி சதஏவ சித்திஹி. சித்தஸ்ய சித்திஹி സ്വപ്നോപമാനാഹ ഖലു സിദ്ധയോന്യാഹ. പുറമേ നിന്നും നേടിയെടുക്കുന്നതൊക്കെ സ്വപ്നോപമാനാഹ. എപ്പോഴും നമുക്ക് സിദ്ധമായിട്ടുണ്ട് ഞാനുണ്ട് 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 ഞാൻ 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 എന്ന അനുഭവ രൂപത്തിൽ ഞാൻ എന്നുള്ളതിന്റെ ഉണ്മയായ സ്വരൂപമായ ഏതൊന്ന് എപ്പോഴും കിട്ടിയിട്ടുണ്ടോ അത് കിട്ടാനുള്ള വസ്തുവല്ല, കിട്ടിയിട്ടുള്ള വസ്തുവാണ്. അതാണ് സ്വതസിദ്ധ ഭാവാത്. മാത്രമല്ല അനന്യ ആശ്രയത്വാത്, അത് വേറെ ഒന്നിനെയും ആശ്രയിക്കണില്ല. അനന്യ ഭക്തി എന്നൊക്കെ പറയുന്നത് അതാണ്. കൃഷ്ണനെ വിചാരിച്ച കൃഷ്ണനെ മാത്രം ഭക്തി ചെയ്യണത് അനന്യ ഭക്തിയാണെന്നാണ് ആളുകൾ ധരിക്കുന്നത്. അതൊരു തരം ഭ്രാന്താണ്. ലോകത്തിൽ എന്തിനെങ്കിലും ഒന്നിനെ കയറി പിടിച്ചാൽ നിശ്ചയമായിട്ടും വേറെ ഒന്നിനോട് വിരോധം വരും. വിരോധം വരാതിരിക്കുകയില്ല. സ്വതസിദ്ധ അനന്യാശ്രയത്വം എന്ന് പറയുമ്പോൾ അന്യവസ്തുക്കളൊന്നും, ഭഗവാൻ ഒന്നേ, ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാനിൽ നിന്ന് അന്യമായ ഒരു വസ്തു വരാനൊക്കില്ല. അപ്പോ അന്യാശ്രയാണാം ത്യാഗ അനന്യത എന്ന് നാരദ ഭക്തി സൂത്രം. അന്യവസ്തുക്കളുടെ ആശ്രയത്തിനെ വിടൂ എന്നാണ്. അതെങ്ങനെ വിടും? വിടണത് ആത്മജ്ഞാനം കൊണ്ടാണ്. വിടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഉണ്ട് എന്നുള്ള വസ്തുവിനെ, അവനവന്റെ ഇരുപ്പിനെ, അസ്തിത്വത്തിനെ അറിയുമ്പോ അനന്യാശ്രയത്വം അതിന്റെ സ്വഭാവമാണ്. എന്നുവെച്ചാൽ അത് വേറെ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ഈവൻ ഡിപ്പെൻഡിങ് ഓൺ ദ ബോഡി ഓർ ദ മൈൻഡ്. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, അവജാനന്തി മാം മൂഢാഹ മാനുഷീം തനുമാശ്രിതം. മൂഢന്മാരാണ് ഞാൻ മനുഷ്യ ശരീരത്തിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കണു എന്ന് പറയണത്. എന്നുവെച്ചാൽ ഇവിടെ മാം എന്നൊക്കെ പറയുമ്പോ അറിഞ്ഞുകൊള്ളണം, കൃഷ്ണനെ അല്ല പറയണത്, അവിടെ ആത്മാവാണ്. അഹമാത്മാ ഗുഡാകേശ. തന്റെ സ്വരൂപത്തിനെ അറിയുമ്പോ സ്വരൂപത്തിന് ദേഹാശ്രയത്വം ഇല്ല എന്നറിയും. മാത്രമല്ല കഠോപനിഷത്ത് പറയണത് ആത്മാവിനെ അറിയുമ്പോ ആത്മാവിൽ ദേഹമില്ല എന്നറിയുമെന്നാണ്. രമണ ഭഗവാന്റെ അടുത്ത് ഒരു പണ്ഡിതൻ ചോദിച്ചു, ഉപനിഷത്ത് പറയുന്നു ദേഹമുള്ളത്തോളം കാലം
പരിപൂർണമായ മുക്തി സാധ്യമല്ലെന്ന് പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് ഒരു ആശ്ചര്യം, അങ്ങനെയാണെങ്കിൽ അപ്പൊ ജീവൻ മുക്തി എങ്ങനെ സാധിക്കും? ദേഹമുള്ളത്തോളം കാലം പരിപൂർണമായി സുഖദുഃഖങ്ങളിൽ നിന്ന് വിമുക്തിയില്ലെന്ന് പറയുമ്പോൾ അങ്ങ് സമ്മതിക്കണമല്ലോ. അപ്പൊ ഭഗവാൻ പിന്നെയും പറഞ്ഞു അതെ, പക്ഷെ ദേഹം ഉണ്ടോ എന്നാണ്. ഭഗവാന്റെ മറുചോദ്യം ദേഹം ഉണ്ടോ എന്നാണ്. ഉണ്ടെന്നീയല്ലേ പറയണത്, ഉണ്ടോ അന്വേഷിച്ചു നോക്കൂ. സ്വരൂപത്തിനെ അറിയുമ്പോ അശരീരം വാ വസന്തം ന പ്രിയാപ്രിയേ സ്പൃശതഃ. അശരീരം ശരീരേഷു അനവസ്ഥേഷു അവസ്ഥിതം മഹാന്തം വിഭുമാത്മാനം മത്വാ ധീരോ ന ശോചതി. ഈ ജഡശരീരത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ചിത്തിനെ അറിഞ്ഞു കഴിയുമ്പോ ആ ചിത്ത് അശരീരമാണെന്ന് അറിയുന്നതാണ്. ശരീര സംബന്ധമില്ല അതിന്. ശരീരം അതില് വാസ്തവത്തിൽ ഒരു മിസ്റ്റീരിയസ് പെർസെപ്ഷനാണ്. അപ്പോ എന്താ പറഞ്ഞ സ്വതസിദ്ധഭാവാത് അനന്യാശ്രയത്വാത്, അതൊന്നിനെയും ആശ്രയിക്കാതെ പ്രകാശിക്കുന്നു എന്നറിയുമ്പോ ജഗത് തുച്ഛമേതത്, ഈ കാണുന്ന ജഗത്തുണ്ടല്ലോ ആത്മാവിനെ അറിഞ്ഞു കഴിയുന്നവന് തുച്ഛം. തുച്ഛമെന്ന് വെച്ചാൽ അതൊന്നും കാര്യമേ ഇല്ല എന്നർത്ഥം. എന്നുവെച്ചാൽ ഒരു അവജ്ഞയല്ല, ഒന്നും കാര്യമില്ല. എന്തൊക്കെയോ കാണും. ഇത് സിമ്പിൾ ലോജിക്ക് നമുക്കറിയാം. ഈ ജഗത്തിനെ ആർക്കും പൂർണ്ണമായിട്ടൊന്നും അറിഞ്ഞു കളയാൻ സാധിക്കില്ല. ഇപ്പോഴത്തെ തമാശ എന്താന്ന് വെച്ചാൽ ശാസ്ത്രലോകം പറയണത് യൂണിവേഴ്സിനെ അളക്കാൻ പുറപ്പെട്ടിരിക്കുകയാണെന്ന്. എത്ര കിലോമീറ്റർ ഉണ്ട്, എത്ര മൈലുണ്ട്, ഇതിനേക്കാളും വലിയ വിഡ്ഢിത്തമുണ്ടോ? ഇൻഫിനിറ്റ് സ്പേസിനെ അളക്കാൻ പുറപ്പെടുകയാണ്. ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എങ്ങനെ അളക്കും? എവിടെ പോയി എത്തും? അടുത്ത് സൂര്യനിലുള്ള പ്രകാശം ഭൂമിയിലെത്താൻ 8 മിനിറ്റ് വേണം. സൂര്യന്റെ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു നക്ഷത്രത്തിന്റെ പ്രകാശം ഭൂമിയിലെത്താൻ 4 വർഷം വേണമെന്നാണ് പറയണത്. എന്നുവെച്ചാൽ ആ നക്ഷത്രം പൊലിഞ്ഞുപോയി 4 വർഷത്തേക്ക് പിന്നെയും നക്ഷത്രം കാണും. അത്രയും ഡിസ്റ്റൻസിലാണ് ആ നക്ഷത്രം. കോമൺ സെൻസ് തന്നെ പറയും ഇതിലൊന്നും എവിടെയും എത്തിച്ചേരാൻ ഒക്കുകയില്ല. ഈ ജഗത്ത് ആത്മാവിനെ അറിഞ്ഞവനെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല. എന്ത് സംഭവിച്ചാലും അയാൾക്കൂടെ ഒരു വിഷയമല്ല. ജഗത് തുച്ഛമെന്ന് വെച്ചാൽ അവജ്ഞയല്ല. അയാൾ അമേരിക്കയും ആഫ്രിക്കയും ഒന്നും അയാൾക്ക് പ്രശ്നമേ അല്ല. അടുത്തുള്ള ഒരു വസ്തുവിലും ശ്രദ്ധ വിടരുത്. മറ്റു വസ്തുക്കളിൽ ശ്രദ്ധ പതിപ്പിക്കാതെ ഇരുന്നാൽ തന്നെ സ്വയം പ്രകാശമാനമായ വസ്തു സ്വയം സിദ്ധമാണ്. സമസ്തം തദന്യഃ, പുറമേ നിന്നുള്ള വസ്തുക്കളൊക്കെ തന്നെ ആത്മാവല്ല എന്നുള്ളതുകൊണ്ട്, എന്നുവെച്ചാൽ അതൊക്കെ തന്നെ ആത്മാവിൽ ആരോപിതമായ ദൃശ്യം മാത്രമാണെന്നുള്ളതുകൊണ്ട് അതൊന്നും കാര്യമില്ല. തദേകോ വശിഷ്ട ശിവ കേവലോഹം. ഇങ്ങനെ നിഷേധിച്ച് അവശേഷിക്കുന്ന യാതൊരു ശിവമുണ്ടോ അതാണ് ഞാൻ. ആ സത്യം ഒന്നാണോ? നചൈകം, അതിന് ഒന്നെന്ന് പറയാൻ ഒക്കില്ല. നചൈകം തദന്യത് ദ്വിതീയം കുതസ്യാത്. അത് ഒന്നെന്ന് പറയണതിൽ നിന്നും അന്യമാണ്. കാരണം 2 ഉണ്ടെങ്കിലേ ഒന്നിന് അർത്ഥമുള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ ഒന്നെന്ന് പറയും? അനന്തത്തിനെ ഒന്നെന്ന് പറയാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നിന് ചുറ്റും ഒരു വട്ടം വേണം, സ്പേസ് വേണം, അല്ലേ? യൂണിവേഴ്സ്, പ്രപഞ്ചം ഒന്നാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ പ്രപഞ്ചത്തിന് വെളിയിൽ എന്തെങ്കിലും ഉണ്ടാവണം. അപ്പൊ ഒന്നെന്ന് പറയുമ്പോ തന്നെ അദ്വൈതമാവില്ല. അതുകൊണ്ടാണ് ഏകം എന്ന് പറഞ്ഞില്ല, അദ്വിതീയം എന്ന് ചേർത്തു. 2 ഇല്ല എന്നാണ്. 2 ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല.
നചൈകം തദന്യദ്വിതീയം കുതസ്യാത്. രണ്ടാമത്തത് പിന്നെ എവിടുന്ന്? നച അകേവലത്വം നവാ കേവലത്വം. കേവലമായ സ്ഥിതി എന്നുള്ളത് എന്നും പറയാനൊക്കില്ല, കേവലമല്ലെന്നും പറയാനൊക്കില്ല. ന ശൂന്യം, അതിന് ശൂന്യം എന്ന് പറയാവോ? ശൂന്യമല്ല. എന്നുവെച്ചാൽ അശൂന്യം, അശൂന്യവുമല്ല. കാരണം ഇതൊക്കെ നിന്റെ ഭാഷ കൊണ്ട് പറഞ്ഞൊപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഭാഷയിൽ പെട്ടിട്ടാണ് ഇത് ശൂന്യമാണോ അശൂന്യമാണോ ഏകമാണോ രണ്ടാണോ മൂന്നാണോ നാലാണോ എന്നൊക്കെ ചോദിക്കുന്നത്. കഥം സർവവേദാന്ത സിദ്ധം ബ്രവീമി. ആചാര്യസ്വാമികൾ ഒരു ചോദ്യത്തോടുകൂടെ നിർത്തുകയാണ്. സർവവേദാന്ത സിദ്ധം. വേദാന്തം എന്ന് വെച്ചാൽ എല്ലാ അറിവുകളുടെയും അവസാനത്തിൽ സിദ്ധിക്കുന്നതും, അറിവുകളെയൊക്കെ അവസാനിപ്പിച്ച് ജിജ്ഞാസയൊക്കെ നിവൃത്തമായി എപ്പോഴും സ്വതസിദ്ധമായിട്ടുള്ള പൂർണ്ണബോധത്തിനെ ഞാൻ എങ്ങനെ പറയും? എങ്ങനെ പറഞ്ഞറിയിക്കും? കഥം സർവവേദാന്ത സിദ്ധം ബ്രവീമി. എപ്പോഴും സിദ്ധമായിട്ടുള്ളതും സകലോപനിഷത്തുകളുടെയും സാരമായിട്ടുള്ളതും വേദമൊക്കെ തന്നെ അവിടെ ഫുൾ സ്റ്റോപ്പ് ആവണോ? വാസ്തവത്തിൽ വേദം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനമാണ് വേദം. 4 വേദങ്ങൾ എടുത്തു നോക്കിയാലും സാരമായിട്ടുള്ളത് ആത്മജ്ഞാനമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞ് ഇനിയിപ്പോ വേദാധ്യയനം പോലും വേണ്ട, മെനക്കിടണ്ടെന്നാണ്. വേദം വേദമിത്യാഹുഹു വേദേ വേദോ ന വിദ്യത്തെ പരാത്മാ വേദ്യതയേന സവേദോ വേദ ഉച്യത്തെ. നിങ്ങൾ വേദം വേദം എന്ന് പറയുന്നുണ്ടല്ലോ, അത് വേദമല്ല. നിങ്ങൾ വേദം എന്ന് പറയുന്നതിൽ വേദമില്ല. ഏതൊന്നുകൊണ്ടാണോ ആത്മാവ് അറിയപ്പെടുന്നത് അതാണ് വേദം. ആചാര്യസ്വാമികൾ ഭാഷ്യം തുടങ്ങുമ്പോൾ ഒരിടത്ത് പറയുന്നു, വേദോ നാമനതു ശബ്ദരാശി. ശബ്ദത്തിന്റെ പേര് വേദമല്ല, ആത്മജ്ഞാനത്തിന്റെ പേരാണ് വേദം. വേദത്തിന്റെ ലക്ഷ്യം ജ്ഞാനമാണ്, സ്വാനുഭൂതിയാണ്, സ്വാനുഭവജ്ഞാനമാണ് വേദം. അതുകൊണ്ട് വേദത്തിന്റെ മുഴുവൻ എസെൻഷ്യൽ ആയിട്ടുള്ള ടീച്ചിങ്, അതിന്റെ ലക്ഷ്യമാണ് ഇവിടെ പറഞ്ഞ സകല വേദാന്ത സിദ്ധം. വേദാന്തത്തിന്റെ മുഴുവൻ സിദ്ധാന്തമായിട്ടുള്ളതും ആ വിചാരത്തിന്റെയൊക്കെ ലക്ഷ്യത്തിൽ അവനവന്റെ ഉള്ളിൽ പൂർണ്ണത്വമായി നിത്യമുക്ത സ്വരൂപമായി ഏതൊന്ന് അറിയപ്പെടുന്നുണ്ടോ അതിനെ ഞാൻ എങ്ങനെ വായുകൊണ്ട് പറയും എന്നാണ്. കഥം സർവ വേദാന്ത സിദ്ധം ബ്രവീമി. അവിടെ വാക്ക് ലയിച്ചുപോയി. മനസ്സും ലയിച്ചുപോയി. വാക്കിന്റെ അർത്ഥം മാത്രം നിറഞ്ഞു നിൽക്കുകയാണ്. രമണ ഭഗവാനെ കണ്ടിട്ട് ഒരു സിദ്ധപുരുഷൻ പാടി, വാക്കിറந்து நிறைந்து நின்றதோர் വാക്കിയ പൊരുൾ ആണവൻ. വാക്കൊക്കെ ലയിച്ചുപോയി, മനസ്സ് ലയിച്ചുപോയി. ഓർ വാക്കിയ പൊരുൾ ആണവൻ, മഹാവാക്യത്തിന്റെ പൊരുൾ എന്ന് വെച്ചാൽ ലക്ഷ്യം, അത് നിറൈந்து നിன்றது എന്ന് വെച്ചാൽ നിറഞ്ഞു പൂർണ്ണമായി. അസിപദത്ത് ഉരുവാനവൻ, ആ ലക്ഷ്യാർത്ഥം മാത്രം അവിടെ പ്രകാശിക്കാം. ആ സ്വാനുഭവം ഉണ്ടായിക്കഴിയുമ്പോ ഇനിയിപ്പോ സത്യത്തിനെ അറിഞ്ഞു കഴിഞ്ഞവന് അരിയെടുത്തു കഴിഞ്ഞ് പതിര് കളയണ പോലെ, നെല്ലിന്റെ പതിര് കളയുന്ന പോലെ ബാഹ്യമായിട്ടൊന്നും മുഖ്യമല്ല. എസൻസിനെ എടുത്തു കളഞ്ഞവന് എസൻസ് സ്വാനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ
പറയാനൊന്നുമില്ല, അറിയാനൊന്നുമില്ല, വിസ്തരിക്കാനൊന്നുമില്ല. സ്വയം ഭൂത്വാ സ്വയമേവ അവശിഷ്യത്തെ എന്നാണ്. സ്വയം ജ്ഞാത്വാ സ്വയം ഭൂത്വാ സ്വയമേവാവശിഷ്യത്തെ. തന്നെ അറിഞ്ഞ് താനായി താൻ മാത്രം അവശേഷിക്കുന്നു. ആ മഹാമൗന സ്ഥിതി, നിശ്ചലതത്വം, അത് തന്നെ നിത്യമുക്തമായ നമ്മളുടെ സ്വരൂപം. ഇത് വിചാരം കൊണ്ട് വിശദമായിട്ട് തീരുമ്പോ നമ്മൾക്ക് ജീവിതത്തിന്റെ ധന്യധന്യമായിട്ടുള്ള നവനീതം, അതിന്റെ വെണ്ണ കടഞ്ഞെടുത്ത പോലെ ഉള്ള തെളിഞ്ഞ അനുഭവം ഉണ്ടാവും. ഇതാണ് നമ്മള് ഈ നിർവാണ ദശകം, ദശശ്ലോകി ശ്രീശങ്കരൻ ഗോവിന്ദ ഭഗവത് പാദരുടെ മുമ്പിൽ വെച്ച് ചൊല്ലിയത് എന്ന് പറയപ്പെടുന്ന 10 ശ്ലോകം. ആചാര്യസ്വാമികളുടെ ആദ്യകൃതി അവസാനകൃതി ഒന്നുമില്ല. ആദ്യകൃതി തന്നെ അവസാനകൃതി. അവസാനമായിട്ട് പത്മപാദാചാര്യർക്ക് ഉപദേശിച്ചതും ഇതാണെന്ന് പറയപ്പെടുന്നു. എന്നുവെച്ചാൽ ആചാര്യസ്വാമികളുടെ പ്രകരണ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണെന്ന് പറയാം ഇതിനെ. ഭാഷ്യത്തിനേക്കാളൊക്കെ പ്രാധാന്യം നമ്മുടെ അഭിപ്രായത്തിൽ പ്രകരണ ഗ്രന്ഥങ്ങൾക്കാണ്. ഭാഷ്യത്തിൽ വേണ്ടാക്കട്ടയ്ക്ക് പൂർവപക്ഷവും സിദ്ധാന്തവും തലയിലെഴുത്തിലേക്കൊക്കെ പോകണം നമ്മൾ. നമുക്ക് സാങ്കേനെയും ശൈവനെയും പാഞ്ചരാത്രനെയും ബൗദ്ധനെയും ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളെ അറിഞ്ഞാൽ മതി. അതിന് ഈ ചെറിയ പ്രകരണ ഗ്രന്ഥങ്ങളൊക്കെ മതി. അതിലൊക്കെ ഭാഷ്യത്തിലൊക്കെ പോയാൽ നമ്മൾ വേണ്ടാത്ത അവിദ്യയിലേക്കൊക്കെ കിടക്കും. അതൊന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട്, ട്രൂത്ത് ഈസ് വെരി സിമ്പിൾ. വളരെ പ്രസിദ്ധമാണ്, അപരോക്ഷമാണ്. മറക്കാതിരിക്കാൻ വിചാരം കൊണ്ട് തെളിവാക്കുക. തുടർന്ന് വൈകുന്നേരം കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല.